ഹായ് ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിമൽ. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ടീസർ റിയാക്ഷൻ ആയിട്ടാണ്. അപ്പൊ നാളെ നമ്മുടെ മമ്മൂക്കേന്റെ ബസൂക്ക ഈ മൂവിന്റെ റിലീസാണ്. അപ്പൊ അതിന്റെ ഒരു പ്രീ റിലീസ് ടീസർ ഇന്ന് അരമണിക്കൂർ മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ടീസർ റിയാക്ഷനിലേക്ക് പോകാം. ആദ്യം ടീസർ ആണ്. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ മുന്നിൽ ശത്രുക്കളെ കണ്ടാൽ ഒരു കാര്യം ഉറപ്പിക്കാം: നമ്മൾ തിരഞ്ഞെടുത്ത വഴിയും ദിശയും കൃത്യമാണ്. അല്ല, ശരിക്കും നിങ്ങളാരാ? നിങ്ങളാരാ? ഒരു രക്ഷയില്ലാത്ത ടീസർ ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ബസൂക്കേന്റെ 3 പാട്ടായിട്ടാണ് അവരുടെ ടീസറും ട്രെയിലറും ഇറക്കിയത്. ആദ്യം ഒരു ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ അധികം സംഭവങ്ങൾ കാണിച്ചില്ല, പക്ഷെ ഒരു വൈബ് ഉണ്ടായിരുന്നു, കാണാൻ രസമായിരുന്നു. സെക്കൻഡിൽ വന്നപ്പോ ക്യാരക്ടേഴ്സിനെ കാണിച്ചു. മമ്മൂക്കന്റെ ക്യാരക്ടറിന്റെ പേര്, ഗൗതം മേനോന്റെ ടീം, ഗൗതം മേനോൻ ആരാണ്, പിന്നെ കുറെ ഹിഡൻ ക്യാരക്ടേഴ്സിനെ കാണിച്ചു മാസ്ക് ഒക്കെ വെച്ചിട്ട്, അറിയില്ല. പക്ഷെ ഇതിൽ വന്നപ്പോ ഇവർ ഫൈറ്റ് സീൻസ് ആണ് കാണിച്ചത്. ഫൈറ്റ് സീൻസും പിന്നെ അവർ കട്ട് ചെയ്ത് ഭയങ്കര ഫാസ്റ്റാണ്. കാരണം ആൾക്കാർക്കൊന്നും മനസ്സിലാവാൻ പാടില്ല, പക്ഷെ ത്രില്ല് കാരണം ആൾക്കാരുടെ മൈൻഡിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട്. മൂവി കുറച്ച് ത്രില്ലർ മൂഡാണ്. അപ്പൊ ആ സാധനമാണ് പിടിച്ചത് ഈ ടീസറിൽ. പിന്നെ മൂന്ന് ടീസറും ട്രെയിലറും വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ തേർഡാണ്. കാരണം കട്ട് ചെയ്ത രീതി ഭയങ്കര ഫാസ്റ്റ് ആണ്, പിന്നെ കാണാനും നല്ല രസമുണ്ട്. മേക്കിങ്ങും അടിപൊളിയായിട്ട്. ഇപ്പൊ കാരണം എല്ലാ മലയാള മൂവിയും ഇപ്പോ മേക്കിങ്ങിൽ ഒരു വേറെ ലെവൽ സീനാണ്. കാരണം ഇപ്പോ മലയാളികള് പറഞ്ഞ മലയാള ഇൻഡസ്ട്രി ആദ്യം കണ്ടന്റുമെയാണ് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യാറുള്ളൂ. ഇപ്പൊ കണ്ടന്റ് പ്ലസ് മേക്കിംഗ് ആണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ പാൻ ലെവലിൽ മൂവി പോകുന്നത്. ആ ഞങ്ങൾ അറക്കണത് കേരളത്തിൽ മാത്രമായിരിക്കും, പക്ഷെ പുറത്തുനിന്ന് ഈ ആൾക്കാർ കണ്ടിട്ട് പിന്നെ അവര് റിക്വസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവര് റൈറ്റ്സ് വാങ്ങും, പിന്നെ അവര് ഒന്നെങ്കിൽ റീമേക്ക് ചെയ്യും അല്ലെങ്കിൽ ഡബ് ചെയ്യും. അപ്പോ വേറെ ലെവൽ. പിന്നെ മലയാളം ഇൻഡസ്ട്രി ഇപ്പൊ വേറെ ലെവലിലേക്കാണ് പോകുന്നത്. കാരണം കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ പ്രൊഡക്ഷനും കാര്യങ്ങളും, പക്ഷെ മലയാളത്തിന്റെ ഒരു സീൻ വേറെ തന്നെ. കാരണം ഞങ്ങളുടെ കണ്ടന്റ് ഈസ് യൂണിക്. വേറെ ഇൻഡസ്ട്രിയിൽ അവരുടെ മേക്കിങ്ങും ഫൈറ്റ് സീൻസും ആ കാര്യങ്ങളാണ് യൂണിക്കെങ്കിൽ ഞങ്ങളുടെ കണ്ടന്റ് ആണ് യൂണിക്. പിന്നെ ഒരു മൂവിന്റെ മെയിൻ മോട്ടോ ഇല്ലെങ്കിൽ മെയിൻ ഒരു പില്ലർ എന്ന് പറഞ്ഞാൽ കണ്ടന്റ്. കണ്ടന്റ് ഇല്ലാണ്ട് പിന്നെ മൂവി ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അപ്പോ ലെറ്റ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നാളെയാണ് റിലീസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ സ്റ്റൈലിഷ് മമ്മൂക്ക. ഞാൻ മമ്മൂക്കയുടെ ഒരു ഭയങ്കര ഒരു ഫാൻ. അപ്പോ വേറെ ഒന്നും പറയാനില്ല. നാളെ മൂവി കാണുന്നതായിരിക്കും. അപ്പോൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. കാരണം നാളെ ഞാൻ മൂവി കാണുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും റിവ്യൂ ഇടുന്നതായിരിക്കും. അപ്പോൾ മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ടിൽ ദ നെക്സ്റ്റ് റിവ്യൂ, സ്റ്റേ ട്യൂൺ. ദിസ് ഇസ് വിമൽ.